കണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാരാണെന്ന് മനസ്സിലായോ? നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പട്ടി വാർത്തയല്ലാത്ത വേറെ വാർത്തയൊന്നും സംപ്രേഷണം ചെയ്യാനില്ലേ എന്ന് ചോദിച്ചു. ഇതാണ് അന്ന് നമ്മൾ സംപ്രേഷണം ചെയ്ത വാർത്തയിലെ പ്ലൂട്ടോ. നമ്മുടെ പ്ലൂട്ടോയെ തിരുവനന്തപുരത്ത് നിന്ന് വളർത്തുനായെ കാണാനില്ലെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ആ പ്ലൂട്ടോയെ തിരികെ കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇതൊക്കെ വലിയ വാർത്തയാണെന്ന് ചോദിക്കും. ചില ജീവികളുമായി ചില മനുഷ്യർക്കുള്ള ബന്ധമുണ്ടല്ലോ, അത് ഒരു വാർത്ത തന്നെയാണ്. അതിനകത്തൊരു കാൽപ്പനികമായ സ്വഭാവമുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപികയായ വൃന്ദ 2 ദിവസത്തേക്ക് ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ പ്ലൂട്ടോയെ കാട്ടാക്കടയിൽ നായകളെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ഈ പ്ലൂട്ടോയെ കാണാതായത്. പ്ലൂട്ടോ വികൃതിയാണ്. അവൻ പെട്ടെന്ന് തന്നെ ചാടിയോടി എവിടേക്കോ പോയി. പിന്നീട് വീട്ടുകാർ തെരച്ചിലായി, അന്വേഷണമായി, 10,000 രൂപ ഇനാം പ്രഖ്യാപിക്കലായി. പ്ലൂട്ടോയെ കണ്ടെത്താനായില്ല. ഒടുവിൽ നമ്മുടെ വാർത്ത വന്നു. അരുൺ സോളമനാണെന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അരുൺ സോളമൻ നമുക്കൊപ്പമുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. ഹാപ്പി ആയില്ലേ? അരുണും ഒപ്പം വൃന്ദയുടെ മകനും വീട്ടുകാരും എല്ലാവരും പ്ലൂട്ടോ ഹാപ്പിയല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ, ഒരുപാട് സന്തോഷം. നമ്മൾ ചെയ്ത വാർത്തയാണ്. ഇപ്പോ പ്ലൂട്ടോയുടെ വീട്ടിലാണുള്ളത്. പ്ലൂട്ടോ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹം ഇവിടെ വന്നപ്പോൾ നമുക്കത് അറിയാൻ കഴിഞ്ഞു. സാറിന് ജോലിക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ? ജോലിക്കൊക്കെ പോയി വളരെ സന്തോഷമുണ്ട്. ജോലിക്ക് പോയത് മാത്രമല്ല, അവിടെ ഉള്ള എല്ലാവരും ഒന്ന് അറിഞ്ഞ് അവർക്കെല്ലാം വളരെ സന്തോഷമായി. ആദ്യം അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. ഞങ്ങളിങ്ങനെ എല്ലായിടത്തും പോകുമ്പോൾ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത കണ്ടു എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും ഇങ്ങനെ ശരിക്കും ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. കാരണം ഇവ വളരെ അകലെയല്ലായിരുന്നു. പിന്നെ ഒരു 2 ഏക്കറോളം വരുന്ന ഒരു റബ്ബർ പുരയിടത്തിൽ ഒളിച്ചു കിടക്കുകയാണ്. കുറെ ഇടിഞ്ഞ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങും ഇറങ്ങാതെ ഒരിടത്ത് തന്നെ ഭക്ഷണം കഴിക്കാതെ വളരെ മെലിഞ്ഞുപോയി. കാലിന് ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ മുടന്നിയാ നടക്കുന്നത്. പിന്നെ ഭയമുണ്ട് വല്ലാത്ത. റിപ്പോർട്ടർ ടിവിയോട് പ്രത്യേകം നന്ദിയുണ്ട് അതിന്റെ മാനേജ്മെന്റിനോട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അരുൺകുമാർ കൃത്യമായിട്ട് അത് പ്രസന്റ് ചെയ്ത് വളരെ കൃത്യമായി പ്രസന്റ് ചെയ്തു. അതോടൊപ്പം നമ്മളെ റിപ്പോർട്ട് ചെയ്ത അരുൺ സോളമനായാലും മറ്റേ ക്യാമറമാനായാലും മറ്റവരോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കാര്യം കൂടെ ഞാൻ ഇപ്പം പറയാം. ആദ്യം നമ്മൾ റിപ്പോർട്ടർ ടി വി അല്ല സമീപിച്ചത്. അതും കൂടെ ഞാൻ ഇപ്പം പറയണം. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പക്ഷെ നിങ്ങൾ നമ്മളോട് നമ്മൾ ആ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്നത് അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അത് വളരെ ആശ്വാസകരമായ ഒരു സംഗതിയാണ്. അതിന് ഞാൻ പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്.